ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് ട്രൈപോഡ് ട്രിക്സ് ആണ്. ഇങ്ങനെ ഒരു ട്രൈപോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയിലാണെങ്കിലും ഫോട്ടോയിലാണെങ്കിലും ചെയ്യാൻ പറ്റിയ കുറച്ച് ട്രിക്സ്. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു ട്രൈപോഡ് ഉണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് കുറച്ച് അടിപൊളിയായിട്ടുള്ള വീഡിയോ ഷോട്ട് എടുക്കാനുള്ള കുറച്ച് ട്രിക്കുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഫോട്ടോഗ്രാഫിയിലും വീഡിയോഗ്രാഫിയിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണെങ്കിൽ ഉറപ്പായിട്ട് ഒരു ട്രൈപോഡ് കയ്യിലുണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ട്രൈപോഡ് ഇല്ലെങ്കിൽ ഞാനൊരു ട്രൈപോഡ് പരിചയപ്പെടുത്തി തരാം. iTouch എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു ട്രൈപോഡാണിത്. 700 രൂപയാണ് ഇതിൻ്റെ വില. ഈ ഒരു ട്രൈപോഡ് നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് തന്നത് Liyahu ഓൺലൈൻ ഷോപ്പിംഗ് ആണ്. അവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. താഴെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാനുള്ള നമ്പറും ഫേസ്ബുക്ക് ID, ഇൻസ്റ്റാഗ്രാം ID ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിലേതെങ്കിലുമൊക്കെ വെച്ച് നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അവരെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ പലതരത്തിലുള്ള ഗാഡ്ജറ്റ്സും അതേപോലെ തന്നെ വാച്ചുകൾ, HD ക്യാമറകൾ, 4K ക്യാമറകൾ, വാച്ചുകൾ, അങ്ങനെ കുറേ തരത്തിലുള്ള ഗാഡ്ജറ്റ്സ് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അപ്പോൾ മറക്കാതെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പലതരത്തിലുള്ള ഗാഡ്ജറ്റ്സ് അവിടെ നിന്ന് കിട്ടും. അതേപോലെ തന്നെ ഈ ഒരു ട്രൈപോഡിനെ പറ്റി പറയുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ളൊരു ട്രൈപോഡാണ്. നമുക്ക് മൊബൈലൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി വീഡിയോസും ഫോട്ടോകളൊക്കെ എടുക്കാൻ പറ്റും. അത്യാവശ്യം നല്ല ലെങ്ത്തും വരുന്നുണ്ട്. ഇനി ഒരു DSLR ക്യാമറ ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇത് വാങ്ങാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഇതൊരു ഫോണിന് വേണ്ടി ഉണ്ടാക്കിയുള്ള ട്രൈപോഡാണ്. DSLR ക്യാമറ കുറച്ച് വെയിറ്റ് കൂടിയ ക്യാമറയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അതിന് താങ്ങാനുള്ളൊരു ശേഷിയൊന്നും ഇതിനുണ്ടായിക്കൊള്ളണമെന്നില്ല. നിങ്ങളൊരു 1-2 ആഴ്ച യൂസ് ചെയ്യുമ്പോഴേക്ക് കേടുവരും. മൊബൈലിലാണെന്ന് യൂസ് ചെയ്യണമെങ്കിൽ, മൊബൈൽ ക്യാമറയൊക്കെ വെച്ചാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നല്ല അടിപൊളി ട്രൈപോഡാണ്. നല്ല ക്വാളിറ്റി, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ട്രൈപോഡാണ്. ട്രൈപോഡ് നമ്മൾ അൺബോക്സ് ചെയ്തപ്പോൾ അത്യാവശ്യം നല്ലൊരു ബാഗ്, നമുക്ക് ട്രൈപോഡ് കൊണ്ട് നടക്കാനുള്ള ഒരു ബാഗും അതേപോലെ തന്നെ ഒരു മൊബൈൽ ഹോൾഡർ, മൊബൈൽ വെക്കാനുള്ള ഹോൾഡറുമാണ് കിട്ടിയത്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രൈപോഡിൻ്റെ റിവ്യൂ. ഞാൻ കുറച്ച് ദിവസം യൂസ് ചെയ്ത് നോക്കിയിട്ടുള്ള ട്രൈപോഡാണ്. അതിന് ശേഷമുള്ള ഒരു കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ട്രൈപോഡ് വേണമെന്നുണ്ടെങ്കിൽ, ട്രൈപോഡ് നല്ല എന്തെങ്കിലും ഒരു ഗാഡ്ജറ്റ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്തിട്ട് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇതാണ് റിവ്യൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് പറയാനുള്ളത് ട്രൈപോഡ് വെച്ചുള്ള കുറച്ച് ട്രിക്സ് ആണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ പലരും ട്രൈപോഡ് കിട്ടിയിട്ട് കുറച്ച് വെറുതെ ഷോട്ടുകൾ എടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളാവും പലരും ചെയ്യുന്നത്. പക്ഷേ അങ്ങനെയുള്ള ശ്രദ്ധിക്കാത്ത കുറച്ച് ട്രിക്സ്, ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത്. ആദ്യത്തെ ട്രിക്ക് റബ്ബർ ബാൻഡ് വെച്ചുള്ള ട്രിക്കാണ്. ഇത് പലരും കേട്ടിട്ടുണ്ടാവും, എന്നാലും കേൾക്കാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നുള്ളൂ. റബ്ബർ ബാൻഡ് ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ടുള്ള ഷോട്ടുകൾ ഇങ്ങനെ എടുക്കാൻ വേണ്ടി, ഇങ്ങനെയുള്ള കുറച്ച് നല്ല സ്മൂത്ത് ഷോട്ടുകൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ട്രിക്കാണ്. സാധാരണ നിങ്ങളൊരു ട്രൈപോഡിൽ ഒരു ഷോട്ട് ഇങ്ങനെ എടുക്കാൻ നിൽക്കുന്ന സമയത്ത് എവിടേക്കോ ഒരു സ്റ്റെക്കായിട്ട് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്, സാധാരണ കൈ കൊണ്ട് ഇങ്ങനെ എടുക്കുന്ന സമയത്ത്. പക്ഷേ അത് പോകാൻ വേണ്ടി ഞങ്ങളൊരു റബ്ബർ ബാൻഡ്, അത്യാവശ്യം നല്ല കട്ടിയുള്ളൊരു റബ്ബർ ബാൻഡ് എടുത്ത് അത് ഇങ്ങനെ വലിക്കുന്ന സമയത്ത്, അങ്ങനെ ഷോട്ട് എടുക്കുന്ന സമയത്ത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഷോട്ട് നിങ്ങൾക്ക് കിട്ടും. രണ്ടാമത്തെ ട്രിക്ക് സ്മൂത്തായിട്ട് ഷോട്ട് എടുക്കാനുള്ള ട്രിക്ക് തന്നെയാണ്. ഇത് വേറൊരു ട്രിക്കാണ്. നമ്മുടെ ട്രൈപോഡിനൊക്കെ ഇങ്ങനെ ഒരു സ്ക്രൂ കാണാം. ഈ സ്ക്രൂ ഒന്ന് ലൂസാക്കി വെക്കുക. ലൂസാക്കി വെച്ചതിന് ശേഷം ആ ട്രൈപോഡിൻ്റെ എവിടെ എന്തെങ്കിലും ഒരു കനം കൊടുത്തിട്ട് അതൊരു മൂവ് ചെയ്യുന്ന തരത്തിലാക്കുക. ഞങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും, ഈ ഒരു ട്രൈപോഡ് ഓട്ടോമാറ്റിക് ഇങ്ങനെ അനങ്ങുന്ന കണ്ടില്ലേ, അതേപോലെ ഒരു ഇതിലാക്കുക. അതായത് നിങ്ങൾ സ്ക്രൂ ഫുള്ളായിട്ട് ലൂസാക്കിയതിന് ശേഷം നിങ്ങൾ ട്രൈപോഡ് ഇങ്ങനെ അടിയിലേക്ക് വെച്ച് കൊടുക്കുക. അത് അടിയിലേക്ക് ഇങ്ങനെ സ്മൂത്തായിട്ട് വരുന്നില്ലെങ്കിൽ എന്തെങ്കിലും ഒരു കനം അതിൻ്റെ ആ ഒരു നമ്മൾ പിടിക്കുന്ന ആ ഭാഗത്ത് അവിടെ വെച്ച് കൊടുക്കുക. അങ്ങനെ വെക്കുന്ന സമയത്ത് നിങ്ങളുടെ ട്രൈപോഡിൻ്റെ ഹെഡ് ഇങ്ങനെ അടിയിലേക്ക് പോകും. അതായത് നമ്മളൊരു സ്മൂത്ത് ഷോട്ട് എടുക്കുന്ന പോലെ ട്രൈപോഡിൻ്റെ ഹെഡ് ഇങ്ങനെ അനങ്ങും. ആ അനങ്ങുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്മൂത്ത് ആയിട്ടുള്ളൊരു ഷോട്ട് കിട്ടും. മൂന്നാമത്തെ ട്രിക്ക് ഇങ്ങനെയുള്ളൊരു ഷോട്ട് എടുക്കാനാണ്. നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും നല്ല സ്മൂത്ത് ആയിട്ടൊരു ഷോട്ട് ഇങ്ങനെ പോകുന്നത്. ഇങ്ങനെയുള്ള ഷോട്ട് സാധാരണ വീഡിയോഗ്രാഫേഴ്സ് എടുക്കാറുള്ളത് ഇങ്ങനെയുള്ളൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്ലൈഡർ ഉപയോഗിച്ചാണ്, സ്ലൈഡേഴ്സൊക്കെ ഉപയോഗിച്ച്. പക്ഷേ ഇത് നമുക്ക് നമ്മുടെ ട്രൈപോഡ് വെച്ച് ചെയ്യാൻ കഴിയും. ഇത് നമ്മൾ വേറൊരു വീഡിയോയിൽ പറഞ്ഞതാണ്, നമ്മളൊരു വീഡിയോയിൽ, പക്ഷേ പലരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും പറയുന്നത്. ആ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ട്രൈപോഡിൻ്റെ ലെഗ്, അടിയിലത്തെ ഭാഗം, ആ ഭാഗത്ത് റബ്ബർ ആയിരിക്കും ഉണ്ടാകുന്നത്. റബ്ബർ ടൈപ്പ് അല്ലെങ്കിൽ നല്ല ഗ്രിപ്പുള്ള എന്തെങ്കിലും ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ആ സ്ഥാനത്ത്, ഗ്രിപ്പുള്ള സ്ഥാനത്ത് നമ്മൾ നല്ല സ്മൂത്ത് ആയിട്ടുള്ള എന്തെങ്കിലും വെച്ച് കൊടുക്കണം. അതായത് നമ്മളിപ്പോൾ നമ്മുടെ ട്രൈപോഡിൻ്റെ ലെഗിൻ്റെ അവിടെ ഒരു 3 ഭാഗത്തും വല്ല ഷോക്സോ അല്ലെങ്കിൽ കാർഡ്ബോർഡിൻ്റെ കഷ്ണങ്ങളോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ വെച്ച് കൊടുക്കുക. അങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ട്രൈപോഡ് ഇങ്ങനെ നീക്കാൻ നോക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് നീങ്ങുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ വെച്ചതിന് ശേഷം നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനൊരു ഷോട്ട് എടുക്കുക. കുറച്ച് റൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ വരുന്നൊരു ഷോട്ട് എടുക്കുക. ഇങ്ങനത്തെ ഷോട്ട് മാത്രമല്ല വേറെ ഷോട്ടുകളും എടുക്കുക. പക്ഷേ ഇങ്ങനത്തെ ഷോട്ട് എടുക്കാൻ ഈ ഒരു ട്രിക്ക് വെച്ച് മാത്രമേ നമുക്ക് ട്രൈപോഡ് വെച്ച് കഴിയുള്ളൂ. അല്ലെങ്കിൽ ഫുൾ ഷേക്കായിട്ടുള്ളൊരു ഷോട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ഷോട്ട് എടുക്കുക. നല്ല സ്മൂത്തായിട്ട് നിങ്ങൾക്ക് ഷോട്ട് കിട്ടും. നാലാമത്തെ ട്രിക്ക്, ട്രൈപോഡ് നിങ്ങൾക്ക് സ്റ്റഡി ക്യാമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ട്രൈപോഡ് ഫുള്ള് ഇതേപോലെ വെക്കുക. അതുപോലെ വെച്ചതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇങ്ങനെ ഒരു കൈ വെക്കാനുള്ള സ്ഥലം ഉണ്ടാവും. അവിടെ പിടിച്ചിട്ട് നിങ്ങൾ സ്റ്റഡി ക്യാം പോലെ ട്രൈപോഡ് യൂസ് ചെയ്യുക. വീഡിയോയിൽ കണ്ടില്ലേ, ഇതേപോലെ നിങ്ങൾ ട്രൈപോഡ് യൂസ് ചെയ്യുക. ഒരു സ്റ്റഡി ക്യാമിൻ്റെ പോലെ തന്നെ നല്ലൊരു ഷെയ്ക്കില്ലാതെ നമുക്ക് വീഡിയോ എടുക്കാൻ ട്രൈപോഡ് ഉപയോഗിച്ച് കഴിയും. ഇത് പലർക്കും അറിയുന്ന കാര്യമായിരിക്കും, പക്ഷേ കുറേ പേര് ഇത് ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട് ട്രൈപോഡ് വെച്ച് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാമെന്നുള്ളത്.
അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, ചെറിയ കാര്യങ്ങളാണ്, പലർക്കും അറിയുന്നവർക്കും അറിയാത്തവർക്കായി നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണിച്ച ട്രൈപോഡ് നമുക്ക് റിവ്യൂ ചെയ്യാൻ തന്നത് ലിയാഹു ഓൺലൈൻ ഷോപ്പിംഗ് ആണ്. അവരെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഗാഡ്ജറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. ഡിസ്ക്രിപ്ഷനിലെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ID ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. Bye bye.